ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അത് സൃഷ്ടിച്ച ഒരു ആത്മവിശ്വാസം മാർക്കറ്റിലുണ്ടായിരുന്നു. എന്നാൽ അത് നിലനിൽക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. കാരണം ആ പ്രസ്താവനയ്ക്ക് ശേഷം പോലും ഇറാൻ്റെ ഭാഗത്തു നിന്നോ അതേപോലെ തന്നെ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നോ ഏതെങ്കിലും വിധത്തിലൊരു സമാധാനത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ മാർക്കറ്റിലുണ്ടായ ആ ഒരു റീബൗണ്ട് തീർച്ചയായിട്ടും ഇന്നലെ എക്സ്പയറി ഡേ ആയതുകൊണ്ടുള്ള ചില ഷോർട്ട് കവറിങ് കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് വളരെ പ്രകടമാണ്. കാരണം ഇന്ന് നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റിയുടെ പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സുകൾ, ഇപ്പോൾ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, അതുപോലെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, ഇതിലൊക്കെയാണ് കാര്യമായിട്ടുള്ള ഇടിവുന്നുണ്ടായത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇൻഡെക്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ് നടത്തിയിട്ടുള്ള ഒരു ഷോർട്ട് കവറിംഗ് ആണ് മാർക്കറ്റിന് ഉയർത്തിയത്. ഇന്ന് അവർ സെല് ചെയ്തുകൊണ്ട് അവരുടെ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ ഈ ഒരു ഫോള് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് ആക്ച്വലി മോർണിംഗിൽ മാർക്കറ്റ് പോസിറ്റീവ് ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻ ബിറ്റ്വീൻ കാര്യമായ ഫോള് ആരംഭിക്കുകയാണ് ഉണ്ടായത്. അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവസാന മണിക്കൂറുകളോളം ഇങ്ങനെ നീണ്ടു വന്നുകൊണ്ടുള്ള കാര്യമായ ശക്തമായ ഒരു സെല്ലിംഗ് ആയിരുന്നു അത്. എന്നാൽ നമ്മൾ അഡ്വാൻസ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1336 സ്റ്റോക്കുകൾ NSEയിൽ അഡ്വാൻസ് ചെയ്തപ്പോൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 1867. അപ്പോൾ അത് തമ്മിലുള്ള അന്തരം വലിയ തോതിൽ നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഒരു കാരണം സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും വലിയ ഇടിവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് 0.39% ഓവറോൾ ഇടിഞ്ഞത്. അതുപോലെ മൈക്രോ ക്യാപ്പ് ഇൻഡെക്സ് 0.11% മാത്രമാണ് താഴേക്ക് പോയത്. അപ്പോൾ കാര്യമായ ഫോൾ ഉണ്ടായിട്ടുള്ളത് ഈ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലുമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുകൂടാതെ ഇന്ന് വരുന്ന അമേരിക്കൻ വിപണിയിലെ ഇൻഫ്ലേഷൻ ഡാറ്റ അതുണ്ടാക്കുന്ന ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ് ആരും ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. കൂടാതെ ഇന്നലെ 600 പോയിന്റിൻ്റെ ഒരു റിക്കവറി ഉണ്ടായിട്ട് പോലും FIAs മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അവർ നല്ല തോതിൽ ഇന്നലെയും സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വീക്ക് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും മോർണിംഗിലൊക്കെ ഇന്ത്യൻ റുപ്പി 92 ലെവലിൽ തിരിച്ചെത്തിയതായിട്ട് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നലത്തെ ആ ഒരു ഷോർട്ട് കവറിങ് വിപണിയെ കൃത്രിമമായിട്ട് ഉയർത്തിയ ഒന്നായിരുന്നു. ആ ഒരു ആവേശത്തിന് പിന്നാലെ പുതിയ ഫ്രഷ് ബയേഴ്സ് കാര്യമായിട്ട് വരാത്തത് കൊണ്ടാണ് ഇന്ന് വിപണി താഴോട്ടേക്ക് പോയത്. ഇത് കൂടാതെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ന് മോർണിംഗിലൊക്കെ 86 എന്ന ലെവലിലൊക്കെ താഴോട്ടേക്ക് വന്നിരുന്നതാണ്. എന്നാൽ പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്നത് 4% ഉയർന്നുകൊണ്ട് 92 എന്ന ലെവലിലേക്ക് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $100 പെർ ബാരലിൽ 100 കടക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ വീണ്ടും മാർക്കറ്റിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലൊക്കെ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് മൊത്തത്തിൽ മാർക്കറ്റ് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ ഹോർമസ് കടലിടുക്കിൽ രൂപപ്പെട്ടു വരുന്ന നാടകീയമായ കാര്യങ്ങൾ അത് തികച്ചും പ്രസ്താവന യുദ്ധങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവിടെ ആക്ച്വലി ഇറാൻ അവരുടെ കടലിനടിയുള്ള മൈനുകൾ കാര്യമായിട്ട് അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഷിപ്പ് മൂവേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ US-നും അതിനെക്കുറിച്ച് ശക്തമായ ധാരണകളുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ അവിടെ US ശക്തമായ എസ്കോർട്ടിങ്ങും അല്ലെങ്കിൽ പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരു കോൺഫിഡൻസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും ഉയർന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ബ്ലൂംബർഗിൻ്റെ ഒരു എക്കണോമിക് അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റിൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം തീർച്ചയായിട്ടും പല രാജ്യങ്ങളെയും എക്കണോമിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഇറാനിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇവരുടെ ഒരു എസ്റ്റിമേറ്റ് ഏകദേശം $150 ബില്യൺ മുതൽ 200 ബില്യൺ വരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എണ്ണയുടെ എക്സ്പോർട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. കൂടാതെ മിലിറ്ററി സെന്ററുകളിൽ ശക്തമായിട്ടുള്ള നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ അവരുടെ കറൻസിയും കാര്യമായ തകർച്ചയുണ്ട്. സ്വാഭാവികമായിട്ടും ഇറാനാണ് ഏറ്റവും വലിയ നഷ്ടം ഈ യുദ്ധത്തിലുണ്ടായിട്ടുള്ളത്. രണ്ടാമതായിട്ട് കാണുന്നത് ഇസ്രായേലിനാണ്. കാരണം ഏകദേശം $60 ബില്യൺ മുതൽ $80 ബില്യൺ വരെയുള്ള ഒരു നഷ്ടമാണ് അവരുടെ എസ്റ്റിമേറ്റ്. ഇന്ന് ഈ അയൺ ഡോം അതേപോലെയുള്ള മിസൈൽ പ്രതിരോധത്തിൻ്റെ ചെലവ്, ടൂറിസം മേഖലയിലുള്ള തകർച്ച, അതുപോലെ ഈ സൈനികരെ റിസർവിനായിട്ട് വേണ്ടി വരുന്ന ചെലവുകൾ, ഇതൊക്കെ ഇസ്രായേലിനെയും ദോഷകരമായി ബാധിക്കും. ഇതുകൂടാതെ അമേരിക്കയും ഇപ്പോൾ ഏകദേശം $40 ബില്യൺ മുതൽ $50 ബില്യൺ വരെയാണ് അമേരിക്കയുടെ ഒരു നഷ്ടം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക വിന്യാസവും അതുപോലെ ഇസ്രായേലിന് കൊടുക്കുന്ന സഹായങ്ങളും
റെഡ് സീയിൽ അവർ നടത്തുന്ന നേവി ഫോഴ്സിൻ്റെ നീക്കങ്ങളുമൊക്കെ വലിയ ചെലവാണ് അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് ബാധിക്കുമ്പോൾ പരോക്ഷമായിട്ട് ബാധിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈജിപ്റ്റ്. കാരണം അവരുടെ സുയസ് കനാലിലൂടെയുള്ള എണ്ണയുടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ അതുവഴിയുള്ള അവരുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണയുടെ വില വർധനവും അതുപോലെ FIAs ഒക്കെ ഓഹരി വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്നതും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഈ എക്സ്പോർട്ട് കുറഞ്ഞതുമൊക്കെ ഇന്ത്യയുടെ എക്കണോമിയും ബാധിക്കുന്നുണ്ട്. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ നഷ്ടങ്ങളുണ്ട്. കാരണം അവിടെയും ഈ ക്രൂഡ് ഓയിൽ വില വർധനവും അതുപോലെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിലേയും അതുപോലെ ഇൻഫ്ലേഷനും ഒക്കെ അവരെയും ബാധിക്കുന്നുണ്ട്. കൂടാതെ ജോർഡാൻ, ലെബനാൻ പോലെയുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ കൂടാതെ ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ യുദ്ധം കാരണം ആഗോള വിപണിയിൽ ഏകദേശം $1500 ബില്യൺ ഒരു നഷ്ടം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെന്നാണ് ബ്ലൂംബർഗിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ചുരുക്കത്തിൽ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചാൽ പോലും ഈ നഷ്ടങ്ങൾ നികത്തണമെങ്കിൽ ഇനിയും കുറേ മാസങ്ങൾ വേണ്ടി വരും. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്ലോബലായിട്ട് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ നേട്ടം ഉണ്ടാക്കിയ ചില രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത് റഷ്യയാണ്. കാരണം ഇറാനിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടതോടെ ലോകരാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടാതെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ശക്തമായി ഉയർന്നത് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലൂടെ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഈ ഒരു എണ്ണയിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ അവർക്ക് അനുഗ്രഹമായി മാറുന്നത്. കൂടാതെ ഈ യുദ്ധം കാരണം ഇറാൻ ഏറ്റവും അധികം അവരുടെ ഡിഫൻസിന് വേണ്ടി ആയുധങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാൻ പോകുന്നത് റഷ്യയായിരിക്കും. അപ്പോൾ അതും അവരുടെ ഇൻകം സ്ട്രീം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ സൗദി അറേബ്യ, UAE, ഖത്തർ പോലെയുള്ള ഒപെക് രാജ്യങ്ങളിലും ഇത് പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യും. നിലവിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുണ്ടെങ്കിലും ഇറാനെ കൂടുതൽ എണ്ണയ്ക്ക് വേണ്ടി ഇനി ആശ്രയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ രാജ്യങ്ങളിലുള്ള എണ്ണ കയറ്റുമതി വമ്പിച്ച ലാഭകരമാകാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ വെനസ്വലയിൽ ശക്തമായ ഉപരോധം ഒക്കെ കുറേ ഇളവ് ചെയ്തതുകൊണ്ട് വെനസ്വലക്കും ഇത് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ഈ യുദ്ധം തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കേണ്ടത് ലോകത്തിൻ്റെ തന്നെ ഒരു സമാധാനപരമായ മുന്നോട്ട് പോക്കിന് വളരെ അത്യാവശ്യമാണെന്ന് വളരെ വ്യക്തമാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഗ്യാസ് ഓഹരികളിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. അദാനി, ടോട്ടൽ ഗ്യാസ്, ഗുജറാത്ത് ഗ്യാസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പോലെയുള്ള ഗ്യാസ് വിതരണ കമ്പനികളിലാണ് ശക്തമായ മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഇപ്പോൾ നിലവിലുള്ള ഗ്യാസ് കൺട്രോളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. എന്നാൽ അവിടെ വീടുകളിലേക്കുള്ള ഗ്യാസ്, വാഹനങ്ങൾക്കുള്ള CNG അതുപോലെ LPG സിലിണ്ടറുകളൊക്കെ മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൂടാതെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കും പ്രത്യേകിച്ച് അദാനി, ടോട്ടൽ ഗ്യാസ്, IGL, MGL പോലെയുള്ള സ്റ്റോക്കുകൾക്കും ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ മറ്റൊരു പ്രവണത നമ്മൾ കാണുന്നത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ LPGയുടെ ലഭ്യത കുറഞ്ഞത് കാരണം ഈ ഹോട്ടലുകളും അതുപോലെ തന്നെ മറ്റ് റെസ്റ്റോറൻറ്റുകളുമൊക്കെ കൂടുതലായിട്ട് ഇലക്ട്രിക് കുക്കിംഗ് എക്യുപ്മെൻറ്റുകളിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് കമേഴ്ഷ്യലായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറുകളിലേക്ക് അവർ മാറുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഇലക്ട്രിക്കൽ കുക്കിംഗ് ഉപകരണങ്ങളുമായിട്ട് ഇടപഴകുന്ന പല സ്റ്റോക്കുകളിലും ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ് കാണാൻ കഴിയും. അതിൽ TTK പ്രസ്റ്റീജ്, സ്റ്റൗ ക്രാഫ്റ്റ്, ബട്ടർഫ്ലൈ പോലുള്ള സ്റ്റോക്കുകളിൽ മുന്നേറ്റം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഫോക്കസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നമ്മൾ കണ്ടത് റിലയൻസ് അവർ അമേരിക്കയിൽ ടെക്സാസിൽ സ്ഥാപിക്കാൻ പോകുന്ന ഓയിൽ റിഫൈനറി പ്ലാന്റുകളെ കുറിച്ചുള്ള വാർത്തയാണ്. അപ്പോൾ ഏകദേശം $300 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. അതായത് ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപം ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഈ എനർജി പോളിസികളുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് റിലയൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ അമേരിക്കയിലെ ഷെയിൽ ഫീൽഡുകളിൽ നിന്ന് ആണ് ലഭ്യമാക്കുക. ആ ഒരു ലൈറ്റ് ഷെയിൽ ഓയിൽ മാത്രമാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ ലഭിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നതിനാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വലിയ തോതിൽ കുറയുന്നുണ്ട്. അപ്പോൾ കൂടാതെ ഈ ഷെയിൽ ഓയിൽ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിലവ് വളരെ കുറവാണെന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ മറ്റ് ലേബർ കോസ്റ്റുകളൊക്കെ ഉയരുമെങ്കിലും മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞതുകൊണ്ട് അത് മാനേജ് ചെയ്യപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും റിലയൻസിൻ്റെ ഈ നീക്കം ട്രംപ് വളരെ ആവേശത്തോടെ സ്വീകരിച്ചതായിട്ട് കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിലും അതിൻ്റെ റിഫൈനറി പ്രൊഡക്റ്റുകളുമൊക്കെയാണ്. ഗ്രീൻ റിന്യൂവബിൾ മേഖലയിലുള്ള എനർജിയോട് തീരെ താല്പര്യം കാണിക്കാത്ത ട്രംപ് ഇത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂവലുകളോടാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ 24,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി മുന്നോട്ട് വന്നെങ്കിലും അവിടെ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല.
കാരണം ആ ലെവൽ മറികടന്നിട്ട് 24,400 24,600 ലെവലുകൾ ഒക്കെ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റിക്കവറി സസ്റ്റെയിൻ ചെയ്യുകയുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡൗൺ സൈഡിലേക്ക് ഇപ്പോൾ 24,000 ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഒരു ലെവൽ 23,800 അപ്പോൾ ആ 23,800 ലെവലിൽ നിഫ്റ്റി നിന്നിട്ടില്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഓപ്ഷൻ മാർക്കറ്റിലുള്ള പുട്ട് കോളിൻ്റെ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഇപ്പോൾ കൂടുതലായിട്ട് 24,300 അതുപോലെ 24,200 24,000 എന്നീ ലെവലുകളാണ് കാണാൻ കഴിയുന്നതെങ്കിൽ പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ അത് 23,000 23,500 24,000 ഈ ലെവലുകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രേഡിംഗ് റേഞ്ച് കൂടുതലായിട്ടും 23,500 അതേപോലെ 24,300 ഇടയിലേക്ക് താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും വരും ദിവസങ്ങളിലെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടും ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള ഗ്ലോബൽ ക്യൂസ് ആയിരിക്കും മാർക്കറ്റിനെ മുന്നോട്ട് നിയന്ത്രിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരം ഡാറ്റകളാണ് ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.